അപ്പോൾ സോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ടൈപ്പ് 2 സ്വിഫ്റ്റിൻ്റെ ടെക്ലൈറ്റാണ് വന്നിരിക്കുന്നത് ഈ ഫിറ്റിങ്ങിനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇന്ന് അൺബോക്സിങ് ആണ്. നല്ല പാക്കിംഗ് ഒക്കെയാണ് അവിടെ. അപ്പോൾ ഗൈസ്, ഇതാണ് ടൈപ്പ് 2 സ്വിഫ്റ്റിൻ്റെ പുതിയ മോഡൽ ടെയിലൈറ്റാണ്. അപ്പോൾ ഇത് ഫുള്ളി LED ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് പുതിയ ടൈപ്പ് 2 സ്വിഫ്റ്റിൻ്റെ പുതിയ മോഡൽ LED. ഇതെല്ലാം പുതിയ LED ആണ്. മറ്റേ പഴയതെന്ന് വെച്ചാൽ ബൾബ് ഇടുന്ന ടൈപ്പായിരുന്നു. ഇപ്പോൾ ബൾബ് ഇടുന്നില്ല, ഫുള്ളി LED ആയിട്ടുള്ള ഒരു ടൈലൈറ്റാണിത്. അപ്പം ഇത് ഫിറ്റിംഗ് കഴിഞ്ഞ് കാണാം എന്തായാലും വീഡിയോയിൻ്റെ. അപ്പോൾ ഗൈസ്, ഇതിനകത്തെ ടൈലൈറ്റൊക്കെ വേണമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഞാൻ കോൺടാക്ട് നമ്പർ ഇട്ടേക്കാം, അല്ലെങ്കിൽ DM മെസ്സേജ് അയച്ചാലും മതി എനിക്ക്. ഓക്കെ, രണ്ട് മൂന്ന് ഡയറക്ഷൻ. ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് മഴക്കാലം ആയതുകൊണ്ടും അതിൻ്റെ വെള്ളത്തിന് ഈർപ്പം പിടിച്ച് കയറാതിരിക്കാനുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മഴവെള്ളം ചിലപ്പോൾ അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിലിക്കൺ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പം അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഗ്യാപ്പ് പോലെ തന്നെ ഇവിടുത്തെ ഈ ഇതും എല്ലാം സിലിക്കൺ അടിച്ച് ഫില്ല് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിൽ ചെറിയ ലൂസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതുവഴിയും ഈ വെള്ളത്തിൻ്റെ ഈർപ്പം അകത്ത് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു ടൈപ്പ് 2 സ്വിഫ്റ്റിൻ്റെ ടൈലൈറ്റാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ടൈലൈറ്റ് നമ്മളെല്ലാം എടുത്ത് റെഡിയാക്കി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്യാപ്പും അതും ഇതൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സിലിക്കണെല്ലാം വെച്ച് അടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല വെള്ളമൊക്കെ കയറുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം സിലിക്കണും മറ്റു കാര്യങ്ങളെല്ലാം തേച്ച് എല്ലാം ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഫിറ്റിങ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി ഇതും അങ്ങനെ സിലിക്കണെല്ലാം അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ ജോയിൻ്റ് എല്ലാം ഒന്ന് സിലിക്കണൊന്ന് തേച്ച് ബൾബിൻ്റെ ആ ഭാഗമൊന്ന് സിലിക്കണെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ സാധനം എല്ലാം വണ്ടി ഫിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാം.